അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് വിസ്ഡം മുജാഹിദിന്റെ അളവ് എത്ര? അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാല് 2020 വർഷം മുമ്പ് നടന്നൊരു മണ്ണാർക്കാട് സംവാദം നമ്മളെല്ലാവരും കേട്ടതാണ്. സംവാദ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏടാണ് ആരിഫ് സഖാഫി ഉസ്താദും മാലിക് ഉസ്താദും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംവാദവേദി. അതിൽ ഇസ്തിഗാസയുടെ തെളിവായി നാം അന്ന് ഉദ്ധരിച്ചത് യാ ഇബാദല്ലാഹി അയ്യൂനി എന്ന ഒരു ഹദീസായിരുന്നു. അത് ഷൗക്കാനിയൊക്കെ അതിനെ ഒരു ഫിഹി ദലീൽ എന്ന രൂപത്തിൽ ഇസ്തിഗാസക്ക് തെളിവുള്ളതായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അന്ന് അവര് ആ ഇസ്തിഗാസക്ക് നമ്മൾ അന്ന് അവര് പറഞ്ഞിരുന്ന ന്യായം വൈഫായിരുന്നു. അതിനാല് നമുക്കത് തെളിവായിക്കൊള്ളുന്ന കാര്യമില്ല, വൈഫായ ഹദീസാണ്, അതുകൊണ്ട് സ്വീകാര്യമല്ല എന്ന രൂപത്തിൽ അവര് സംവാദത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യഥാർത്ഥത്തില് നമ്മള് പഴയകാല വഹാബികളുടെ പ്രസംഗം കേട്ട നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു ആയത്തുണ്ടായിരുന്നു. അവർ എന്തെങ്കിലും തർക്കമുണ്ടായാൽ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും വിധികർത്താക്കളാക്കണം. എന്തിനാണ് അവർ പറഞ്ഞതെന്ന് വെച്ചാല് മുഖ്യധാര മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാല് 4 മദ്ഹബുകളെ ഫോളോ ചെയ്യുന്നതാണ്. ഇമാം ഷാഫി അവരെന്ത് പറഞ്ഞോ പിന്നീട് നമ്മൾ അതിന്റെ തെളിവ് അന്വേഷിക്കില്ല, കാരണം അവരാണല്ലോ കൂടുതൽ ഖുർആനെ ഹദീസിനെ മനസ്സിലാക്കിയവർ. പക്ഷെ അവർ പറഞ്ഞത് എന്താണ്? ആ വ്യക്തികളെ പിന്തുടരുന്നത് ഡയറക്റ്റ് ഖുർആനിലും ഹദീസിനും വിഷയങ്ങൾ കണ്ടെത്താവുന്നതാണ്. അതുകൊണ്ടായിരുന്നു നമ്മള് മഹാന്മാർ ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട് എന്നുള്ള തെളിവുകളൊക്കെ പറഞ്ഞാല് ഖുർആനിലുണ്ടോ സ്വഹീഹായ പ്രവണതയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവണ്ടി തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പുതിയ വഴിത്തിരിവ് എന്ന് വേണം 2012 അവർക്കിടയില് കേരള വിഭാഗത്ത് അതിന്റെ ഒരു അടിസ്ഥാനമാണ് ഈ ഹദീസാണ്. എല്ലാവരും സമ്മതിക്കുന്നു ഹദീസ് വൈഫാണ്. പക്ഷെ അവിടെ മുജാഹിദ് ബാലുശ്ശേരി അതിന്റെ ഒരു പശ്ചാത്തലം മനോഹരമായി അഥവാ അഹ്മദ് ബിൻ ഹംബൽ ചെയ്തിട്ടുണ്ട്. ഹദീസ് വൈഫാണ്. അഹ്മദ് ബിൻ ഹംബൽ വിളിച്ചിട്ടുണ്ട് ഇമാം നബി. അങ്ങനെ അഹ്മദ് ബിൻ അസ്ഖലാനിനെ കുറിച്ച് ആളുകളുടെ പേരുണ്ട് മുമ്പിൽ പറയുന്നത്. കേന്ദ്രന്മാരോട് ചോദിക്കുന്നുണ്ട്, ഈ ഇമാമുകൾ സ്വഹീഹ് ഹദീസ് എങ്ങനെയാണ് സ്വഹീഹാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? അത് ഹാഫിദ് ബിൻ അസ്ഖലാനി പറഞ്ഞു. പക്ഷെ ഇതെങ്ങനെ ശിർക്കാണെന്ന് മനസ്സിലായി? അത് സ്വന്തം. അപ്പോ തങ്ങൾക്ക് വേണ്ടി നോക്കി പിന്നെ അതിൽ അസ്ഖലാനി പറഞ്ഞാൽ എടുക്കും. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അഹമ്മദ് ബിൻ ഹംബൽ ശിർക്ക് ചെയ്യേ? അദ്ദേഹത്തിന്റെ അടുത്തുകൂടെ പോയ കാറ്റിന്റെ വില പോലും നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ റുബൂബിയത്തിലെയും ഉലൂഹിയത്തിലെയും അസ്മാഉ വസിഫാത്തിലെയും മാത്രമല്ല ഹാക്കിമിയത്തിലെ ശിർക്കിനെ കുറിച്ച് 13 നൂറ്റാണ്ടിൽ ലോക മുസ്ലിം പണ്ഡിതന്മാർക്ക് തിരിഞ്ഞില്ല എന്നാണ് ആര് പറഞ്ഞത്? ഇപ്പതാ ആ മൗദൂദിയെ പിൻപറ്റിക്കൊണ്ട് 3 ആളുകൾ ഞങ്ങൾക്കേ ശിർക്ക് തിരിയും, ലൈഫ് സയ്യോ അതുപോലെക്കൊക്കെ തിരിയുള്ളൂ. എങ്കിൽ ഇപ്പൊ പറയുന്ന അങ്ങനെയാ. ഇപ്പൊ പറയുന്നത് എന്താണ്? അബ്ദുറഹ്മാൻ സലഫിക്ക് ശിർക്കാവൂല്ലേ എന്ന് തിരിച്ചറിയും, ഹനീഫ് കായ്ക്കൊടിക്കേ തിരിച്ചറിയും. ഇബ്നു അസ്ഖലാനി അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് മൂപ്പരക്കുണ്ടോ? അപ്പൊ ഇമാം മുത്തബി സുന്ന മഹാനായ ഇമാമുസുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബലിനോ അയ്യേ മൂപ്പർക്ക് ശിർക്കൊന്നും തിരിയില്ല. അതുകൊണ്ടല്ലേ മൂപ്പര് ജിന്നിനെ പിടിച്ച് ദ്വയർന്നോട്ടെ. അയ്യടാ എന്താ മൊഞ്ചി അമ്മഹാന്റെ കാട്ട് തട്ടിയ പ്രദേശത്ത് നിൽക്കാൻ യോഗ്യത ഉണ്ട് നിങ്ങൾക്ക്? ഉണ്ടോ? ഒരു ഉച്ചന്റെ മുമ്പ് ഒന്നെടുത്തിട്ട് രാത്രി മഗ്‌രിബ് വരെ ഒന്നെടുത്ത് തീർന്നിട്ടില്ല ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ 8 ലക്ഷം. അപ്പോ 2012 ആ പിളർപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇമാമുകൾ ശിർക്ക് ചെയ്യില്ല. ഇമാമുകൾ ശിർക്ക് ചെയ്യും, കാരണം അവർക്കാണല്ലോ കൂടുതൽ ഈ മതത്തെ മനസ്സിലായത് എന്നൊരു പുതിയൊരു അടിസ്ഥാന ഹാനിഫ് മൗലവി കേരള വിഭാഗം നിരന്തരം വിഷ്ണു വിഭാഗത്തെ പരിഹസിക്കുന്നതാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ 2012 ഇമാമുകൾ ശിർക്ക് ചെയ്യുകയില്ല എന്നൊരു അടിസ്ഥാനത്തിൽ നിന്നാണ് പുതിയ പിളർപ്പ് രൂപപ്പെടുന്നത്. നമുക്കറിയാം നമ്മുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ വിഷയം, അതായത് വിസ്ഡം മുജാഹിദിലുള്ള അളവെത്ര പ്രസക്തമായ ടോപ്പിക് കേരളത്തിൽ. അതെ ഒരുപാട് വിഷയങ്ങൾ എടുത്ത് നോക്കിയാല് വിസ്ഡം മുജാഹിദ് മാറി വന്നതിന്റെ വഴികൾ കാണാൻ സാധിക്കും. അവർ വാദിക്കുന്നത് ഞങ്ങള് ആദ്യമേ ഉള്ള രൂപത്തിലാണ്
KNM-ന്റെ ഔദ്യോഗിക ഭാഗവും ഇവരൊക്കെയാണ് മാറിയിട്ടുള്ളത്, ഞങ്ങൾ മാറിയിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിലും അവര് മാറിയതിന്റെ ലിസ്റ്റുകൾ 1, 2 ഇങ്ങനെ എണ്ണി പറയാൻ നമുക്ക് സാധിക്കും. ഒരുപാട് സാധനങ്ങൾ അവർ മാറ്റം വരുത്തി. ഉദാഹരണത്തിന് സിഹറിന്റെ വിഷയം, മന്ത്രിച്ചു എന്ന വിഷയം, മൗലിദാഘോഷത്തിന്റെ വിഷയം, അതുപോലെ കുത്തുബയുടെ ഭാഷ. മൗലിദാഘോഷത്തിന്റെ വിഷയമൊക്കെ വളരെ രസാവഹമാണ്. വെച്ചാൽ ലോക്ക്ഡൌൺ ഇവിടെ ഒരു വിശുദ്ധ മുജാഹിദിന് പറ്റുന്ന ഒരു അബദ്ധം എന്തെന്ന് വെച്ചാല് നമ്മുടെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് അവരത്. ഇനി നിങ്ങൾ ഒരിക്കലും മുഖാമുഖം നടത്തരുത് എന്നുള്ളതാണ്. അഥവാ കേരള ഇപ്പൊ തറാവീഹിന്റെ വിഷയം തന്നെ എടുത്തു നോക്ക്, എത്ര രസമാണ് തറാവീഹിന്റെ വിഷയം. മാത്രം എഴുതുകയും പറയുകയും ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം മരിക്കുന്നതിന് മുമ്പ് സക്കരിയസില എഴുതി വെക്കുകയാണ് മുജാഹിദ് പ്രവർത്തകരോട് സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയാണ്. തറാവി 20 തന്നെയാണെന്ന് സമർത്ഥിക്കാണ്. ഫൈസൽ മൗലവി അതുപോലെ തന്നെ പറയുന്നുണ്ട്. അവസാനം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒപ്പിച്ചു ബാലൻസ് ചെയ്തിട്ട് 8 ഉണ്ട്, 11 ഉണ്ട്, 20 ഉണ്ട്. 20 മാത്രം പറഞ്ഞതാണ് സുന്നിയുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് തൂങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ മാറി എന്നുള്ളതാണ്. 8ഉം 11 പറഞ്ഞു. ഇപ്പൊ രസം എന്ന് പറഞ്ഞാൽ തറാവീഹ് എന്നുള്ള നിസ്കാരം തന്നെ ഇല്ല എന്നാണ്. അതായത് റമദാനിലാകുമ്പോ അതിന്റെ പേരെന്താകും? തറാവീഹ് എന്നാകും. അത് തന്നെ ഒന്ന് ഉറങ്ങി നീറ്റാൽ തഹജ്ജുദാകും. അങ്ങനെയാണ് ദുർവ്യാഖ്യാനത്തിന്റെ ഫാക്ടറിയിൽ നിന്ന് വെറുതെ ഉത്പാദിപ്പിച്ചത്. എന്ത് അവരെ നേരെ ഉൾട്ടാക്കിയെന്ന് പറഞ്ഞു, തറാവീഹ് എന്നുള്ള നിസ്കാരം തന്നെ ഇല്ല, അത് റമദാനിലാകുമ്പോ എന്താകും തറാവീഹ് എന്ന് പേര് വരും. ഇത് ഖിയാമുൽ ലൈൽ, ഖിയാമു റമദാൻ, വിത്ർ, തഹജ്ജുദ് ഒക്കെ ഒന്നാണ് ഈ രൂപത്തിലേക്ക് എത്തിയത്. കൗതുകം എന്താ വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം മാറ്റി പറയുന്നേക്ക് ഒരു അത് നമ്മൾ പ്രത്യേകിച്ച് വിശുദ്ധം വിഭാഗത്തിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കണം നമ്മളെ വിഷയത്തിൽ. കാരണം മാറ്റി പറയുന്ന വിഷയത്തിൽ ഒടുവിലത്തെ ഉദാഹരണം തവസ്സുൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലോ. ഫൈസൽ മൗലവി പറഞ്ഞല്ലോ തവസ്സുൽ എന്താ കുഴപ്പം? ഒരു മുഖാമുഖത്തിലെ ചോദ്യത്തിൽ അയാൾ പറയുന്നുണ്ട് തവസ്സുൽ കുഴപ്പമില്ല. പിന്നെ പിറ്റത്തെ മുഖാമുഖത്തിൽ അത് തിരുത്താണ് ഞാൻ പറഞ്ഞത്. അതും കഴിഞ്ഞുള്ള മുഖാമുഖത്തിന് എന്താ പറയാ, ഞാൻ അന്ന് പറഞ്ഞത് പിറ്റത്ത് ഒന്ന് തന്നെ. അള്ളാഹുന് 2 കൈയുണ്ട്, 2 വലതു ഭാഗത്താണെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊരു ഭാഗത്ത് പറഞ്ഞ ആളെന്നെ പിന്നെ അദ്ദേഹം പറയാണ് ഞങ്ങൾക്ക് വന്നുപോയ അബദ്ധാണ് തിരുത്തുന്നവരെ. കൂളായിട്ട് അത് പറയുന്നതിൽ യാതൊരു എത്രത്തോളം അബദ്ധമാണ്. ഇനി ചിലപ്പോ ഒരു 10 വർഷങ്ങൾ കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കേട്ടതനുസരിച്ച് ഉള്ളിലൊരു ചർച്ച ഉണ്ട്. ഖബറിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചാൽ പ്രശ്നമല്ല. കാരണം ഹയാത്തിന്റെ സ്ഥിരപ്പെട്ട ഹാലറുമാണ്. പറഞ്ഞിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോ സിഹർ, അതുപോലെ കണ്ണീറ്, മന്ത്രം, ഉറുക്ക്, ഏലസ്, തറാവീഹ്, നബിദിനാഘോഷം, ഖുതുബയുടെ ഭാഷ. ഇപ്പൊ അടുത്ത് വൈസമോട്ട് ശിഷ്യം പറഞ്ഞല്ലോ ഖുതുബയുടെ ഭാഷ അറബി അത് സുന്നത്താണെന്ന് സമ്മതിച്ചല്ലോ. അന്ന് മാത്രമല്ല അത് അഫ്ദൽ തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അഫ്ദൽ ആരാണ് പറഞ്ഞത് സ്വന്തമായ ചോദ്യം എല്ലാരും പറഞ്ഞിട്ടുണ്ട്. സുന്നികൾ പറയുന്ന അതേ രൂപത്തിലേക്ക് ഇന്ന് വിശുദ്ധ മുജാഹിദ് എത്തി. ഇവിടെ മാസം കാണുന്ന തരത്തിലേക്ക് എത്തി. പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ ചുരുക്കി ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഴമക്കാരൊക്കെ പറയാലോ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കേരളത്തിലെ വിശുദ്ധ വിഭാഗം ഉള്ളത്. മുൻഗാമികളായ ഇമാമികൾ എങ്ങനെ ഇപ്പൊ തള്ളി പറയാ? അവരൊക്കെ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടല്ലോ, അവരൊക്കെ മന്ത്രിച്ചിട്ടുണ്ടല്ലോ, അവരൊക്കെ ബർക്കത്ത് എടുത്തിട്ടുണ്ടല്ലോ, അവരൊക്കെ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഉള്ളിൽ നീറുന്നൊരു വിഭാഗമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ മുൻഗാമികളെ ഉൾക്കൊള്ളുന്നിടത്തേക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ട്? പരുവപ്പെട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ മാറ്റി തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത്. നടത്തണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം നിങ്ങളുടെ സ്ഥാപക ലക്ഷ്യമൊക്കെ എന്നോ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സുന്നിസത്തിലേക്ക് ഈ വിഭാഗം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. അവർ മാറ്റിമറിച്ച ഒരുപാട് വിഷയങ്ങൾ നമ്മളിവിടെ സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കണം. പഠിച്ചിട്ട് ഇനിയും നിങ്ങൾ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കണം, നിങ്ങൾ മുഖാമുഖങ്ങൾ സംഘടിപ്പിക്കണം. അങ്ങനെ ദിവസം കഴിയും തോറും നിങ്ങളുടെ പഴയ ആശയങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് നിങ്ങൾ യഥാർത്ഥ സുന്നികളായി മാറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. ഞങ്ങളുടെ ചോദ്യം ഒന്നുകൂടി സമൂഹത്തെ ചിന്തിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പറയുകയാണ്, വിശുദ്ധ മുജാഹിദിൽ മുജാഹിദിന്റെ അളവ് എത്ര?